ഹലോ ഗൈസ്, രാവിലെ തന്നെ കുളിച്ചിറങ്ങി താഴേക്ക് ഇറങ്ങാം. അമ്മേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു തലേ ദിവസം. കാരണം വീട്ടിൽ പൂജയാണ്, കുളിച്ചിട്ടാണ് എല്ലാം തൊടാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. ഈ ചന്ദന അരക്കൽ, ചോത്തപ്പൊടി ഉണ്ടാക്കൽ, മഞ്ഞപ്പൊടി ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ എനിക്കായിരുന്നു. ഈ മഞ്ഞപ്പൊടിയിൽ ചുണ്ണാമ്പ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ചോത്തപ്പൊടി പറയുന്നത്. അങ്ങനെ എൻ്റെ പണി തീർത്ത് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയി. അമ്മ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാണ്. ഉണ്ണിയപ്പം നമുക്ക് ഈ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, എടുക്കാൻ പറ്റില്ല. കാരണം പൂജ കഴിയണം അത് കിട്ടണേൽ. അങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങൾ ഓരോന്നായി ഞങ്ങൾ ഹാളിൽ നിരത്താൻ തുടങ്ങി. പുണ്യാഹം കൊണ്ടുവന്നിരുന്ന അമ്പലത്തിൽ നിന്ന് അതൊക്കെ വീട്ടിൽ തളിച്ച് ദീപം കാണിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കും. കൊല്ലത്തിലൊരിക്കലാണ് കേട്ടോ ഇങ്ങനെ കൂടെ എല്ലാവരും, വല്യച്ഛന്മാരും വല്യമ്മമാരും അവരുടെ മക്കളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം ജനസംഖ്യ കുറവാണ്. എൻ്റെ ചേച്ചിമാരും ഇല്ല, അങ്ങനെ കുറേ ആൾക്കാരില്ല. ജനസംഖ്യ കുറവാണ് ഗൈസ്. അങ്ങനെ കുറച്ചേരം അവിടെ നിന്ന് ബാക്കി ഞാൻ പൂജേൻ്റെ അവിടേക്ക് പോയിട്ടോ. കാരണം അവിടെ വീട്ടിൽ എൻ്റെ സൈസിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ കളർ ഇതിലിങ്ങനെ കളർ ഇടുന്നതോ അത് വരയ്ക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഒരു പായം വിരിച്ച് അതും നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫുഡ് വന്നു, പൂജയ്ക്കുള്ളത്. അങ്ങനെ അതിൻ്റെ പൂജയായി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയും തൊഴുകാൻ വന്നു. എല്ലാവരുടെയും തൊഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഫുഡും പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഇത് പ്രസാദമാണ് കേട്ടോ. മുതിരയും അവിലും മലരും പപ്പടം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുഴുക്കാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രസാദം. അപ്പോൾ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ച് ഇന്നത്രേ ഉള്ളൂ. ബൈ.